അഗ്നിസമാനമായ ജ്ഞാനത്തിന് പ്രതീകമായ തപസ്സിൻ്റെ മുഖമായി വിശ്വം നിലനിൽക്കാൻ കാരണമാകുന്ന ഭഗവാൻ മഹാദേവൻ്റെ മഹത്വം അനന്തമാണ്. പുരാതന ഭാരതീയ സംസ്കാരത്തെ ആഴത്തിൽ സ്പർശിക്കുന്ന ശിവപുരാണം വെറും കഥയല്ല, ജീവിതത്തെ ഉന്നതമാക്കുന്ന തത്വചിന്തകളും ആചാരങ്ങളും നിറഞ്ഞതാണ്. അപ്പോൾ എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന വിഷയം ശിവപുരാണമാണ്. ശ്രദ്ധയും ശാന്തിയുമോടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന ഗ്രന്ഥം തന്നെയാണ് ശിവപുരാണം. ഭഗവാൻ ശിവൻ്റെ തത്വത്തെ, ഭക്തിമാർഗത്തെ, സൃഷ്ടിയുടെ രഹസ്യത്തെ ആഴത്തിൽ വിവരിക്കുന്ന ആത്മപരിശുദ്ധിയുള്ള മഹാഗ്രന്ഥം. മഹാദേവൻ എല്ലാത്തിനുമേൽ എല്ലായിടത്തും നിലനിൽക്കുന്ന അദ്വിതീയ ശക്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ അലഞ്ഞു തിരിയുന്ന അനേകം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്ന കഥകളുണ്ട്. നമുക്ക് ആത്മാന്വേഷണത്തിനും ആനന്ദത്തിനും വഴിയൊരുക്കുന്ന ധാരാളം സന്ദർഭങ്ങളും ഇതിലുണ്ട്. ശിവൻ കേന്ദ്രീകരിച്ചുള്ള പുരാണം മാത്രമല്ല ഇത്. തത്വചിന്ത, ഭക്തി, ധാർമ്മികത, യോഗം, നദീപുരാണം, തീർത്ഥയാത്രാ മഹത്വം എന്നിവയും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ശൈവതത്വം എങ്ങനെയാണ് വികസിച്ചത് എന്നതിൻ്റെ ചരിത്രപരമായ അടിസ്ഥാനങ്ങളും ഇതിൽ കാണാം. അദ്വൈത വേദാന്തം, അതായത് രണ്ടല്ല എല്ലാം ഒന്ന്, ഏകതത്വം എന്ന വിശ്വാസം ഇതിൻ്റെ അടിത്തറയിൽ ഒന്നായി തന്നെ കണക്കാക്കപ്പെടുന്നു. പക്ഷെ അതിനൊപ്പം ശിവനെ ഭക്തിയോടെയും സാക്ഷാത്കാരത്തോടെയും കൂടി കാണുന്ന ഭാഗങ്ങളും കൂടുതലാണ്. ശിവപുരാണത്തിൻ്റെ പഴയ സൂചനകളിൽ ചില സ്ഥലങ്ങളിൽ 12 സംഹിതകളുണ്ടെന്ന് പറയപ്പെടുന്നു. ഉദാഹരണത്തിന് ചില സൂചക ശ്ലോകങ്ങളിൽ ഇത് ദ്വാദശ സംഹിതാ പുരാണം, അതായത് ദ്വാദശ എന്നാൽ 12 എന്നാണല്ലോ, ഇങ്ങനെ പരാമർശിക്കപ്പെടുന്നു. എന്നാൽ ഇന്ത്യയിലെ പുരാതന ലൈബ്രറികളിലും മാനുസ്ക്രിപ്റ്റുകളിലും ലഭ്യമായവയിൽ ആകെ 7 സംഹിതകളെ ഇപ്പോൾ നിലവിലുള്ളൂ എന്നതാണ് സത്യം. അതിങ്ങനെയാകുന്നു: വിദ്വേശ്വര സംഹിത, രുദ്രസംഹിത, ശതരുദ്ര സംഹിത, കോടിരുദ്ര സംഹിത, ഉമാസംഹിത, കൈലാസ സംഹിത, വായവീയ സംഹിത. ശിവപുരാണത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ സൃഷ്ടിയുടെ ആദിയും ശിവന്റെ പരമതത്വവും വിവരിക്കുന്നുണ്ട്. ആദിമത്തിൽ ഉണ്ടായിരുന്നത് ശിവനായിരുന്നു. ആകർഷണങ്ങളില്ലാത്തതും രൂപരഹിതവും നിർഗുണവുമായിരുന്നു. ബ്രഹ്മാവും വിഷ്ണുവും ഒരിക്കൽ സൃഷ്ടിയുടെ ഉദ്ഭവത്തെക്കുറിച്ച് തർക്കത്തിലായി. ഇരുവരും തന്നെ പരമോന്നതനാണെന്ന് കരുതി, എന്നാൽ ഞാനല്ലാതെ മറ്റൊരാളില്ല എന്നും വിശ്വസിച്ചു. അപ്പോൾ ആകാശത്തു നിന്നും ഒരു ജ്യോതിസ്തംഭം പ്രത്യക്ഷപ്പെട്ടു. അതിന് തുടക്കമോ അവസാനമോ ഉണ്ടായിരുന്നില്ല. വിഷ്ണു താഴേക്ക് പോയി, കൂർമ്മമായി അവതരിച്ച് താഴേക്ക് പോയി. അനന്തകാലം നടന്നു. ബ്രഹ്മാവ് കമലത്തിൽ നിന്നും, അതായത് താമരയിൽ, അഗ്നിഹംസമായി മാറി മുകളിലേക്ക് പറന്നു. ഇരുവരും ലക്ഷ്യം കണ്ടെത്താൻ സാധിക്കാതെ നിരാശരായി. അപ്പോൾ ശിവഭഗവാൻ പ്രത്യക്ഷനായി ആ ജ്യോതിസ്വരൂപം താനാണെന്ന് പ്രഖ്യാപിച്ചു. അതാണ് ജ്യോതിർലിംഗത്തിൻ്റെ ആഖ്യാനം. ഇതിലൂടെയാണ് ശിവൻ പരമതത്വമായി ബോധ്യപ്പെടുന്നത്. ശിവൻ രൂപമില്ലാത്തതിൻ്റെ പ്രതീകമാണ് ജ്യോതി. ആ പ്രകാശം ഒരു രൂപത്തിൽ പടുത്തുയർത്തുമ്പോൾ അതാണ് ലിംഗം. ശിവപഞ്ചാക്ഷരി, അതായത് ഓം നമ ശിവായ എന്നത് ഈ തത്വത്തിന് അടിസ്ഥാനം നൽകുന്ന മന്ത്രമാണ്. അത് പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ശിവഭക്തനായി ജീവിക്കണമെങ്കിൽ ഒരാൾക്ക് ആവശ്യമായത് വിനയവും ശുദ്ധിയുമാണ്. ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. പരസ്പര കർത്തവ്യബോധം, ആത്മ അന്വേഷണം, ത്യാഗം എന്നിവയാണ് ഇവ നമ്മെ പഠിപ്പിക്കുന്നത്. ഒപ്പം അത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ആന്തരിക ശുദ്ധിക്കും വഴിയൊരുക്കാൻ സഹായിക്കുന്നു. അതിനാൽ തന്നെ ശിവപുരാണം കേൾക്കേണ്ടതും വായിക്കേണ്ടതും ഒരു വിദ്യാഭ്യാസമായി മാത്രമല്ല, ആത്മീയ ഉണർവ് ലഭിക്കുവാനും കൂടി നല്ലത് തന്നെയാണ്. ശിവപുരാണത്തിലെ 7 സംഹിതകൾ, അതായത് ഇപ്പോൾ നമുക്ക് നിലവിലുള്ള 7 സംഹിതകളിലും 400 മുതൽ 450 അധ്യായങ്ങൾ വരെ ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് ഓരോ വിവർത്തനത്തിലും വ്യത്യാസപ്പെട്ടിരിക്കും. ശിവപുരാണത്തിന് ഇപ്പോൾ നിലവിലുള്ള അറിവ് വെച്ചിട്ട് ആദ്യ ഭാഗം എന്ന് പറയുന്നത് വിദ്വേശ്വര സംഹിതയാണ്. ശിവപുരാണത്തിൻ്റെ പരിചയവും ഭക്തിമാർഗത്തിൻ്റെ അടിസ്ഥാനവുമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിദ്വേശ്വര എന്നാൽ വിദ്യ എന്നാൽ ജ്ഞാനം, ഈശ്വരൻ എന്നാൽ ശിവൻ, അഥവാ ശിവൻ നൽകുന്ന പരമജ്ഞാനത്തിൻ്റെ സംഹിത എന്ന അർത്ഥത്തിലാണ് ഇതിന് വിദ്വേശ്വര സംഹിത എന്ന പേര് നൽകിയിരിക്കുന്നത്. ഇതിൽ തന്നെ ശിവലിംഗ പ്രതിഷ്ഠാമഹത്വം വിവരിക്കുന്നുണ്ട്. ധാർമ്മികതയും ആചാരങ്ങളും വിവരിക്കുന്നുണ്ട്. അതായത് ഗുരുവിൻ്റെ മഹത്വം, ഗുരുവിൻ്റെ വഴിപാടിൻ്റെ പ്രാധാന്യം, ശരീരശുദ്ധി, വചനശുദ്ധി, മനഃശുദ്ധി എന്നിവ ഭക്തിയുടെ ഭാഗങ്ങളായും ദിനചര്യയിൽ ശിവാരാധനയുടെ സ്ഥാനവും വിവരിക്കുന്നുണ്ട്.
ശിവൻ്റെ അനന്തരൂപങ്ങൾ, അതായത് ശിവൻ 14 മുഖമുള്ളതായും അനേക രൂപങ്ങളിൽ ആരാധിക്കപ്പെടുന്നതായും ഈ സംഹിതയിൽ വിവരണമുണ്ട്. ശിവഭക്തിയുടെ ഹൃദയതാളത്തിൽ നിൽക്കുന്ന 2 പ്രധാന ഘടകങ്ങളാണ് ശിവപഞ്ചാക്ഷരി മന്ത്രവും ശിവലിംഗാരാധനയും. ശിവപഞ്ചാക്ഷരി മന്ത്രം ഓം നമഃ ശിവായ, അതായത് ഞാൻ എൻ്റെ മനസ്സും ശരീരവും ജീവനും ശിവനിൽ സമർപ്പിക്കുന്നു. ആ ശിവന് വേണ്ടി എൻ്റെ നമസ്കാരം. ഓം എന്നത് സകല തത്വങ്ങളുടെയും മൂലധ്വനിയാണ്. പഞ്ചഭൂതങ്ങളുമായി ഈ ശിവപഞ്ചാക്ഷരി മന്ത്രത്തിനുള്ള ബന്ധം ഇങ്ങനെയാകുന്നു. ന എന്നാൽ പൃഥ്വി, അതായത് ഭൂമി, മ ജലം, ശി അഗ്നി, വ വായു, യ ആകാശം. അങ്ങനെ പഞ്ചഭൂതങ്ങളുമായി ഈ ശിവപഞ്ചാക്ഷരി മന്ത്രം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതായത് പ്രകൃതിയുടെ മുഴുവൻ ഘടകങ്ങളെയും ഏകീകരിച്ച് ശിവനെ നമസ്കരിക്കുകയാണ് ഈ പഞ്ചാക്ഷരി മന്ത്രത്തിലൂടെ നാം ചെയ്യുന്നത്. ഇനി ശിവലിംഗാരാധന എന്താണ്? ആത്മതത്വത്തിൻ്റെ പ്രതീകമാണ് ശിവലിംഗാരാധന. ലിംഗം എന്നത് സംസ്കൃതത്തിൽ സൂചകം എന്ന അർത്ഥം ഉൾക്കൊള്ളുന്നു. അത് ശിവൻ്റെ രൂപരഹിതമായ ബ്രഹ്മതത്വത്തെ സൂചിപ്പിക്കുന്നു. ശിവലിംഗം ആകാശരഹിതനായ ശിവൻ്റെ സാന്നിധ്യത്തിനുള്ള പ്രതീകമാണ്. ലിംഗാരാധനയുടെ പ്രധാന ഘട്ടങ്ങൾ എന്ന് പറയുന്നത് അഭിഷേകമാണ്. പിന്നെ രുദ്രസ്തോത്ര ജപം, വിളക്ക് തെളിയിക്കൽ, പുഷ്പം, വില്ലുദളങ്ങൾ സമർപ്പിക്കൽ, ശിവപഞ്ചാക്ഷര ജപം. ഇങ്ങനെ പോകുന്നു ലിംഗാരാധനയുടെ ഘട്ടങ്ങൾ. ഈ പ്രത്യക്ഷ ആരാധനയിലൂടെ ഭക്തൻ തൻ്റെ അഹങ്കാരമൊഴിച്ച് ആത്മാവ് ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ലിംഗത്തിൻ്റെ ഭൗതിക ഘടനയും തത്വം എന്താണ്? അവധിഷ്ഠാനം, അതായത് ബേസ്, ശിവശക്തിയാണ് പ്രതിനിധീകരിക്കുന്നത്. മധ്യഭാഗം പ്രതിനിധീകരിക്കുന്നത് ശിവന്റെ ആത്മതത്വം. ഉപരിഭാഗമാകട്ടെ പൂർണ്ണതയിലേക്കുള്ള യാത്രയുടെ പ്രതീകവുമാണ്. ശിവപഞ്ചാക്ഷര മന്ത്രം ജപിച്ചുകൊണ്ട് ശിവലിംഗം പൂജിക്കുന്ന ആൾക്ക് ശിവൻ രക്ഷ നൽകുന്നു. അദ്ദേഹം ശിവലോകത്തിലെ സാന്നിധ്യവും ഒരുമയും ഒരുമിച്ച് അനുഭവിക്കും. ശിവപുരാണം വളരെ വ്യക്തമായി പാഠപദ്ധതികളും മാർഗനിർദ്ദേശങ്ങളും കൂടിയാണ്. ശിവനെ സമീപിക്കുവാൻ വേണ്ടിയുള്ള പ്രധാന ആചാരങ്ങളിൽ പെടുന്നതാണ് ശുദ്ധി, ജപം, പൂജ, അഹിംസ, സത്യനിഷ്ഠ. ശുദ്ധി ഉദ്ദേശിക്കുന്നത് ശരീരശുദ്ധി, വാസ്തവശുദ്ധി, ആഹാരശുദ്ധി. ജപം ശിവപഞ്ചാക്ഷര ജപമാണ്, നിത്യധ്യാനം. പൂജ എന്നത് ലിംഗാരാധനയാണ്, അർപ്പണബുദ്ധിയോടുകൂടി ചെയ്യുന്ന അർഘ്യസമർപ്പണവും. അഹിംസ പാരസ്പരിക മാനസിക ശാരീരിക ഹാനി ഒഴിവാക്കൽ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. സത്യനിഷ്ഠയാകട്ടെ വാക്കിൻ്റെയും മനസ്സിൻ്റെയും ഔചിത്യവുമാണ്. ശിവൻ ഭക്തൻ്റെ ശുദ്ധമായ മനസ്സിലും ആചാരങ്ങളിലുമാണ് പ്രസന്നനാകുന്നത്. ഇനി ശിവപുരാണത്തിൽ പറയുന്ന ഗുരുമഹത്വം എന്നത് ആത്മജ്ഞാനത്തിൻ്റെ വഴികാട്ടിയാണ്. ശിവപുരാണം പറയുന്നു, ഗുരുവില്ലാതെ ലഭിക്കുന്ന അറിവ് ഒരിക്കലും ജ്ഞാനമല്ല. ഗുരുവിൻ്റെ നില എന്ന് പറയുന്നത് ഇവിടെ ശിവൻ തന്നെയാണ്. ശിഷ്യൻ്റെ അന്ധകാരം മാറ്റുന്ന ദീപം പോലെ ഗുരുവാണ് ആത്മപ്രകാശം നൽകുന്നത്. ഗുരുപദേശമില്ലാതെ ശിവതത്വത്തെ പ്രാപിക്കാനാവില്ല എന്നതാണ് സത്യം. ശിവപുരാണത്തിൽ ഗുരുഭക്തി അത്രമേൽ ഉയർന്ന നിലയിലാണ്. ശിവപുരാണത്തിൽ പറയുന്ന ധർമ്മം, അത് ഭക്തി, കർമ്മശുദ്ധി, സദാചാരം എന്നിവ ഒരുമിച്ച് ചേരുന്നതാണ്. ഇതിൻ്റെ മൂലതത്വങ്ങളാകട്ടെ സ്വധർമ്മം, ഭക്തിധർമ്മം, ഗൃഹസ്ഥധർമ്മം, സംയമനധർമ്മം എന്നിവയാകുന്നു. സ്വധർമ്മം എന്താണ്? ഓരോരുത്തരുടെ ജീവിതത്തിലും അനുയോജ്യമായ കർമ്മം ചെയ്യുക എന്നതാണ് സ്വധർമ്മം. ഭക്തിധർമ്മമാകട്ടെ ശിവനോടുള്ള സമർപ്പണവും സേവയും. ഗൃഹസ്ഥധർമ്മം എന്നത് കുടുംബജീവിതത്തിലെ സത്യനിഷ്ഠയും കർമ്മശുദ്ധിയുമാണ്. സംയമനധർമ്മം എന്താണ്? ഇന്ദ്രിയ നിഗ്രഹമാണത്. പാപനാശത്തിനുള്ള പ്രധാന മാർഗങ്ങൾ ശിവപുരാണത്തിൽ ഏതൊക്കെയാണ് പറയുന്നത്? ശിവപഞ്ചാക്ഷരി ജപം, ശിവലിംഗാരാധന, ഗംഗാസ്നാനം, ശിവരാത്രി ഉപവാസം, ഗുരുഭക്തിയും ശാസ്ത്രപഠനവും. ഗുരുഭക്തിയും ശാസ്ത്രപഠനത്തിനകത്ത് ശിവജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ഗുരുവിനോട് ഭക്തിയും സേവയുമാണ്. ദാനധർമ്മം, അതായത് അന്നദാനം, വസ്ത്രദാനം ഇവ മനസ്സോടെ നിർവഹിക്കണം. ഭക്തിയോടെ ചെയ്താൽ ഫലപ്രദമാണ് എന്നാണ് പറയുന്നത്. തീർത്ഥയാത്രാ മഹത്വം ശിവപുരാണത്തിൽ പറയുന്നത് ശിവക്ഷേത്രം കാണുന്ന കണക്കിന് പോലും പാപം നശിക്കുന്നു എന്നാണ്. പ്രധാന തീർത്ഥകേന്ദ്രങ്ങൾ കാശി, ത്രയംബകേശ്വർ, സോമനാഥ്, ഋഷികേശ്, ഹരിദ്വാർ, കേദാരനാഥ്, ബദ്രിനാഥ് ഇങ്ങനെയാകുന്നു. കൃത്യമായ തീർത്ഥയാത്ര ആചാരങ്ങൾ എന്ന് പറയുന്നത് സ്നാനം, വ്രതം, ജപം, ദാനം എന്നിവ അതിജീവനമാർഗമായി തന്നെയാണ് കാണേണ്ടത്. ഭക്തിയോടെയും ശുദ്ധിയോടെയും തീർത്ഥയാത്രയിൽ പങ്കെടുക്കണം. ശുദ്ധതയോടെയുള്ള തീർത്ഥസ്നാനം പാപനാശവും ആത്മശുദ്ധിയും നൽകുന്നു. ശിവക്ഷേത്ര ഭ്രമണം
അനന്തരജന്മമോക്ഷമാണ് നൽകുന്നത്. തീർത്ഥയാത്രയിൽ ചെയ്യുന്ന ദാനം സകല ദോഷങ്ങളും നശിപ്പിക്കുന്നു. ജപം, അതായത് കാശിയിൽ ചെയ്യുന്ന ജപം, മരണാനന്തരം കാശിവാസം നൽകുന്നു. ശിവക്ഷേത്രത്തിലെ ഒരു ശുദ്ധജല സ്നാനം പോലും ശതജന്മങ്ങളിൽ ചെയ്ത സഞ്ചിതമായ പാപങ്ങളെപ്പോലും മാറ്റിക്കളയുന്നു എന്നാണ് വിശ്വാസം. തീർത്ഥയാത്രാ മഹത്വം ശിവപുരാണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: പാപം, അജ്ഞാനം, മാനസിക വിഷമം എന്നിവ തീർത്ഥയാത്രയിലൂടെ ശാന്തമാകുന്നു. ശിവക്ഷേത്രം സന്ദർശിക്കുന്നതിന് സകല ശാസ്ത്രങ്ങളും പൂജ്യമായ ഫലമാണ് നൽകുന്നത്. തീർത്ഥയാത്ര കൊണ്ട് ഭക്തൻ ശിവസായുജ്യം വരെ നേടുന്നു എന്ന് ശിവപുരാണത്തിൽ പറയുന്നു. മന്ത്രജപവും പ്രാർത്ഥനയും, അതായത് വന്ദനവും എങ്ങനെയാകുന്നു? ദിവസം 3 നേരമാണ് വന്ദനം നിഷ്കർഷിച്ചിരിക്കുന്നത്. വന്ദനത്തിൽ ഗായത്രി മന്ത്രം പ്രധാനമാണ്. ഓങ്കാരജപം ഈ 3 നേരങ്ങളിലും ആവർത്തിക്കുന്നതിനുള്ള പ്രാധാന്യവും ശിവപുരാണത്തിൽ പറയുന്നു. മനസ്സ് ശാന്തമായി, ദേഹം ശുദ്ധമായി ഉപാസന നടത്തണമെന്നാണ് നിർദ്ദേശം. ഗായത്രി മന്ത്രത്തിൻ്റെ ആധികാരിക പ്രാധാന്യം തന്നെ ഇതിലുണ്ട്. ഗായത്രി മന്ത്രം ജപം ചേർത്ത് പഞ്ചാക്ഷര ശിവമന്ത്രം ജപിക്കണം. ഭക്തിയുടെ ശക്തി വർദ്ധിപ്പിക്കുവാൻ ഇത് വളരെ ഉത്തമമാണ്. ജപത്തിൻ്റെ ധാർമ്മികവും ആത്മീയവുമായ ഗുണങ്ങൾ ഭക്തൻ്റെ ഹൃദയം ശുദ്ധമാക്കാനും തപോബലം വർദ്ധിപ്പിക്കുവാനും ഈ ജപം നിങ്ങളെ സഹായിക്കുന്നു. 3 നേരമുള്ള വന്ദനം ഉത്തമ ഭക്തിയുടെ തുടക്കമാണ്. ഗായത്രി ജപം ആത്മശക്തി വർദ്ധിപ്പിക്കുകയും ദേഹം മനസ്സ് ശുദ്ധമാക്കുകയും ചെയ്യുന്നു. ശിവപുരാണത്തിൽ ഇത് ശിവഭക്തിയുടെ അവിഭാജ്യ ഘടകമാണ്. ദിവസേന നിർബന്ധിതമായി ചെയ്യുന്നതിലൂടെ ആത്മവിശുദ്ധി, ഭക്തിപൂർവമായ ലാഭങ്ങൾ ഇവ ലഭിക്കുന്നു. ദിവസം 3 നേരം എന്നുദ്ദേശിക്കുന്നത് സൂര്യോദയം വരെയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് രാവിലെ 11:30 മുതൽ 12:30 വരെയുള്ള സമയം, അതായത് സൂര്യൻ നേരിട്ട് ആകാശത്തിലെ ഏറ്റവും ഉയരത്തിൽ എത്തുന്ന സമയം. മധ്യാഹ്നം. സന്ധ്യാസമയം എന്നുദ്ദേശിക്കുന്നത് സൂര്യാസ്തമയത്തിന് മുമ്പ് 48 മിനിറ്റ് മുതൽ സൂര്യാസ്തമയം വരെയുള്ള സമയമാണ്. പ്രമാണങ്ങൾ അനുസരിച്ച് കൽപ്പിച്ച സമയങ്ങൾ ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഈ സമയങ്ങളിൽ വന്ദനം നടത്തുന്നതും ഗായത്രി ജപം എന്നിവ നിർബന്ധമായി നിർവഹിക്കണമെന്ന് വിശ്വാസം. ദേഹം, മനസ്സ്, പരിസ്ഥിതി എന്നിവ ശുദ്ധമായിരിക്കണം. ഈ സമയത്തുള്ള ജപം ആത്മാവിന് അനുകൂലവും ഫലപ്രദവുമായ അനുഭവം നൽകും. ഇന്ത്യൻ സമയം അനുസരിച്ചുള്ള ഒരു ഏകദേശ സമയം ഇങ്ങനെയാകുന്നു: പ്രഭാതം 5 മുതൽ 6 വരെ, മധ്യാഹ്നം 11:30 മുതൽ 12:30 വരെ, സന്ധ്യാസമയം 6 മുതൽ 7 വരെ. ഈ സമയമായിരിക്കണം പ്രാർത്ഥനകൾക്കും ജപത്തിനുമായി തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ മറക്കേണ്ട, ഏത് ജപത്തിനും ഏത് മന്ത്രജപത്തിനും മുൻപായി തന്നെ നാം ഗായത്രി മന്ത്രം ജപിക്കുവാൻ ഒരിക്കലും മറന്നു പോകരുത്. വിദ്വേശ്വര സംഹിതയിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ എന്തെന്നാൽ അഗ്നിയജ്ഞമാണ്. പിന്നീട് ഗൃഹസ്ഥ ധർമ്മത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ശുദ്ധിയെക്കുറിച്ചും ധർമാനുരൂപിയായ ജീവിതശൈലിയെക്കുറിച്ചും പറയുന്നു. വിദ്വേശ്വര സംഹിതയിൽ പഞ്ചപ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, അവഗഹനം, അനുഗ്രഹം. ശിവപുരാണം പഠിപ്പിക്കുന്നത് ഈ 5 പ്രവൃത്തികളും മനസ്സായി ധ്യാനിച്ച് ജപിച്ച് ഓംകാര ഉപാസന തുടർന്ന് നടത്തുമ്പോഴാണ് ആത്മലാഭമെന്നാണ്. ഗൃഹസ്ഥധർമ്മത്തിൽ ജപം എങ്ങനെയാണ് നിർദ്ദേശിക്കുന്നത്? ഗൃഹസ്ഥർക്ക് രോഗം, കുടുംബബന്ധം നിലനിർത്തൽ, കാര്യക്ഷമത ഉണ്ടാകൽ എന്നിവയ്ക്കുള്ള ഇന്ധനമായാണ് ദിവസം നാം ചെയ്യുന്ന വന്ദനവും ശിവപഞ്ചാക്ഷരി ജപവും. ശിവപുരാണത്തിലെ വിദ്വേശ്വര സംഹിത ശിവതത്വത്തിൻ്റെ ആമുഖ ഭാഗമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. സൃഷ്ടിയുടെ ആധികാരികതയും ശിവൻ്റെ പരമോന്നതവും നിർഗുണവുമായ രൂപവും ഭക്തിഭാവത്തിൻ്റെയും ആചാരശുദ്ധിയുടെയും അനിവാര്യതയും ഇതിലൂടെ വ്യക്തതയോടെ തെളിയിക്കുന്നു. പഞ്ചാക്ഷര ജപം, ലിംഗാരാധന, അഗ്നിയജ്ഞം, സന്ധ്യാവന്ദനം, ഗൃഹസ്ഥധർമ്മം തുടങ്ങിയവ വിദ്വേശ്വര സംഹിതയിലൂടെ ലളിതമായും ഗാംഭീര്യത്തോടെയും വിശദമാക്കപ്പെടുന്നുമുണ്ട്. ഓരോ ദിവ്യചര്യയും ശിവാനുഗ്രഹത്തിനുള്ള സാന്ദ്രമായ മാർഗമായാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതൊരു കീർത്തിയുള്ള ജീവിതത്തിനും മോക്ഷദായകമായ ആത്മബോധത്തിനും വഴികാട്ടിയാണ്. ഈ സംഹിതയുടെ ആശയങ്ങൾ അനുസരിച്ച് നിലകൊള്ളുന്നത് തന്നെ ഭക്തജീവിതത്തിൻ്റെ ഉന്നത പാതയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ്. ഇനിയുള്ള സംഹിതകളുടെ വിവരണവുമായി അടുത്ത വീഡിയോകളിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.